കോതമംഗലം രൂപതയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനം വിശ്വജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് വാഴക്കുളം. സിൽവർ ജൂബിലിയുടെ നിറവിൽ അക്കാദമിക് മികവിന്റെ 25 വർഷങ്ങൾ പിന്നിടുന്ന വിശ്വജ്യോതിയോടൊപ്പം നിങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കൂ. UDF സർക്കാരിന്റെ ബജറ്റിൽ ജില്ലയുടെ കിഴക്കൻ മേഖലയുടെ വികസനത്തിനുതകുന്ന പുതിയ പദ്ധതികളൊന്നുമില്ലെന്ന് മുൻ MLA എൽദോ ഇബ്രഹാം. കൂടുതൽ മികച്ച മൂവാറ്റുപുഴ എന്ന മുദ്രാവാക്യം UDFും നിലവിലെ MLAയും പറഞ്ഞിരുന്നെങ്കിലും മൂവാറ്റുപുഴയ്ക്കായി മികച്ച പദ്ധതികളൊന്നും കൊണ്ടുവരാൻ സാധിച്ചില്ലെന്നും എൽദോ ഇബ്രഹാം. UDF സർക്കാരിന്റെ ബജറ്റിൽ ജില്ലയുടെ കിഴക്കൻ മേഖലയുടെ വികസനത്തിനുതകുന്ന പുതിയ പദ്ധതികളൊന്നുമില്ലെന്ന് മുൻ MLA എൽദോ ഇബ്രഹാം. LDF സർക്കാരിന്റെ കാലത്തെ പദ്ധതികളല്ലാതെ മാറി വന്ന സർക്കാർ നാടിനാവശ്യമായ പദ്ധതികൾക്കൊന്നും തുക വകയിരുത്തിയിട്ടില്ല. ഗതാഗതക്കുരുക്ക് ഒഴിവാക്കാൻ കഴിയുന്ന വിധത്തിലുള്ള റിംഗ് റോഡുകൾ, ജനറൽ ആശുപത്രി വികസനം, വിദ്യാലയങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ തുടങ്ങി മൂവാറ്റുപുഴയിലെ ജനങ്ങളുടെ വികസന ആവശ്യങ്ങൾ കടലാസിൽ ഒതുങ്ങിയതായി എൽദോ ഇബ്രഹാം പറഞ്ഞു. UDF ഗവൺമെൻറ്റിൻ്റെ ആദ്യത്തെ ബജറ്റിൽ മൂവാറ്റുപുഴയ്ക്ക് നിരാശ മാത്രമാണ് സമ്മാനിച്ചിട്ടുള്ളത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ UDF തെരഞ്ഞെടുപ്പിൻ്റെ വേളയിൽ നിലവിലുള്ള MLA ഉൾപ്പെടെ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ പറഞ്ഞ ഒട്ടനവധി കാര്യങ്ങളുണ്ട് ജനങ്ങളോട്. മൂവാറ്റുപുഴയുടെ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വികസനം, മൂവാറ്റുപുഴയിലെ ഗതാഗതക്കുരുക്ക് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള റിംഗ് റോഡുകൾ, ജനറൽ ആശുപത്രിയുടെ വികസനം, അങ്ങനെ തുടങ്ങി ഇവർ പറഞ്ഞ ഒന്നിനും ഈ ബജറ്റിനകത്ത് ഒരു പരിഗണനയും ലഭ്യമായില്ല എന്നുള്ളതാണ് വസ്തുത. ഒന്നാം LDF ഗവൺമെൻറ്റിൻ്റെ ഭരണകാലയളവിൽ മൂവാറ്റുപുഴയിൽ കൊണ്ടുവന്ന വികസന പദ്ധതികളല്ലാതെ മറ്റു ഒരു പുതിയ വികസന പദ്ധതിയും നാളിതുവരെയും മൂവാറ്റുപുഴയ്ക്ക് ലഭ്യമായിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. ഇവിടെ മാറാടി ഗ്രാമപഞ്ചായത്തിൽ 2 റോഡുകൾക്കായി 9 കോടി രൂപ ഈ ബജറ്റിൽ അനുവദിച്ചു എന്നുള്ളതൊഴിച്ചാൽ നിയോജക മണ്ഡലത്തിലെ 10 ഗ്രാമപഞ്ചായത്തും മൂവാറ്റുപുഴ നഗരസഭയിൽ പരിപൂർണമായി അവഗണിക്കപ്പെട്ടു. മൂവാറ്റുപുഴ EC മാർക്കറ്റ് കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ വികസന പദ്ധതികൾ വരേണ്ട ഒരു കാര്യമാണ്. പക്ഷേ മൂവാറ്റുപുഴ EC മാർക്കറ്റിൻ്റെ വികസനത്തിന് വേണ്ടി പുതിയ പദ്ധതികളോ പരിപാടികളോ ഇല്ല. ജൈവ ജ്യൂസ് ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കേരളത്തിലെ കൃഷി വകുപ്പിൻ്റെ പ്രധാനപ്പെട്ട ഒരു സ്ഥാപനമാണ് വാഴക്കുളത്തെ നടുക്കര അഗ്രോ പ്രോസസ്സിംഗ് കമ്പനി. ആ സ്ഥാപനത്തിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട് ഈ ബജറ്റിനകത്ത് ഒരു പരാമർശവും നടത്തിയിട്ടില്ല എന്നുള്ളത് നിരാശ നിറയുന്ന കാര്യമാണ്. നിയോജക മണ്ഡലത്തിലെ നഗരസഭയും 10 ഗ്രാമപഞ്ചായത്തും ബജറ്റിൽ പരിപൂർണമായി ഒഴിവാക്കപ്പെട്ടു. കൂടുതൽ മികച്ച മൂവാറ്റുപുഴ എന്ന മുദ്രാവാക്യം UDFും നിലവിലെ MLAയും പറഞ്ഞിരുന്നെങ്കിലും മൂവാറ്റുപുഴയ്ക്കായി മികച്ച പദ്ധതികളൊന്നും കൊണ്ടുവരാൻ സാധിച്ചില്ലെന്നും എൽദോ ഇബ്രഹാം കുറ്റപ്പെടുത്തി. കൂടുതൽ മികച്ച മൂവാറ്റുപുഴ എന്ന മുദ്രാവാക്യം UDFും നിലവിലുള്ള MLAയും എല്ലാം ജനസമക്ഷം തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിലും അതല്ലാതെയും ഒക്കെ പറഞ്ഞു. പക്ഷേ മികച്ചതായി എന്തെങ്കിലും ഒരു പദ്ധതി മൂവാറ്റുപുഴയ്ക്ക് പുതിയ തലമുറയിലെ ചെറുപ്പക്കാർക്കോ വിദ്യാർത്ഥികൾക്കോ പ്രതീക്ഷ നൽകുന്ന ഏതെങ്കിലും ഒരു പുതിയ പദ്ധതി ഈ മൂവാറ്റുപുഴയിൽ ഈ ബജറ്റ് വഴി കൊണ്ടുവരാൻ വേണ്ടി ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കഴിഞ്ഞ ബജറ്റിൽ തുക വകയിരുത്തിയ പദ്ധതികളുടെ ആവർത്തനമാണ് ബജറ്റിൽ പ്രകടമാകുന്നതെന്നും എൽദോ ഇബ്രഹാം പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, മൂവാറ്റുപുഴ ന്യൂസ്. എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ. ആദ്യം ടെൻഷനായി. മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ. അഹല്യയ്ക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.